ഇനി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ശരിക്കും ഈ കവറിനുള്ളിൽ മുഖ്യമന്ത്രി ആയി എന്ന് പറയുമ്പോഴും പിന്നെയും ഊഹങ്ങളും കഥകളും ഒക്കെ നാട്ടിൽ പ്രചരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ? ഇക്കാര്യത്തിൽ സസ്പെൻസ് ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയെയും കെ.സി. വേണുഗോപാലും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. കെ.സി. വേണുഗോപാലിന്റെ വാഹനം അല്പസമയം മുമ്പാണ് വീണ്ടും അകത്തേക്ക് പോയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അരവിന്ദ് അദ്ദേഹത്തെ അകത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് കൂടിക്കാഴ്ച നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഈ അന്തിമഘട്ട ആശയവിനിമയത്തിൽ എന്താണ് ചർച്ചയായത് എന്ന് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനത്തിലെ ഏറ്റവും വലിയ സസ്പെൻസുകളിൽ ഒന്ന്. അത് കെ.സി. വേണുഗോപാലിന് അനുകൂലമായ ഒരു തീരുമാനം അദ്ദേഹത്തെ അറിയിക്കാനാണോ, അല്ല എങ്കിൽ അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് വാഗ്ദാനങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണോ എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ സസ്പെൻസ് തുടരുകയാണ്. മാത്രമല്ല, അദ്ദേഹം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സംഘടനാപരമായ ഉന്നത തീരുമാനങ്ങൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലാണോ, അല്ല സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണോ രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാലുമായി ഇന്ന് ഈ സുനേരി ബാഗിലെ വസതിയിൽ വെച്ച് നടത്തിയ ചർച്ചകൾ എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയം. പല ഘട്ടങ്ങളിൽ പല പേരുകൾ, ഈ 3 പേരുകളിലെ പല പേരുകളായി ഉയർന്നു വന്ന സാഹചര്യങ്ങളുണ്ട് കഴിഞ്ഞ 9 ദിവസങ്ങൾക്കിടെ ചർച്ചയിൽ. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് പേര് അന്തിമമാക്കിയിരിക്കുന്നു. ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തിയ ചർച്ചകളിൽ സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് അത്തരത്തിലൊരു അന്തിമ പേരിലേക്ക് എത്തിയത്. അതൊരു തീരുമാനമായി എഴുതി കവറിലാക്കി ദീപദാസ് മുൻഷിയുടെ കൈവശം എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് ആ കവറിനകത്തുള്ള പേര് അത് കെ.സി. വേണുഗോപാലിൻ്റെതാണോ, രമേശ് ചെന്നിത്തലയുടേതാണോ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ്റെതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ഈ 3 ക്യാമ്പുകളും വ്യത്യസ്ത അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട് ഈ ഒരു അവസാന ഘട്ടത്തിലും എന്നുള്ളതാണ്. നേരത്തെ തന്നെ നിയുക്ത MLA-മാരിൽ ഭൂരിപക്ഷ വോട്ടുകൾ കെ.സി. വേണുഗോപാലിനാണ് എന്ന്, അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് എന്നുമുള്ള ഒരു നിലപാടാണ് കെ.സി. വേണുഗോപാൽ ക്യാമ്പിൽ നിന്നും ഈ ഘട്ടത്തിലും ലഭിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം വൈകിട്ട് പോലും വി.ഡി. സതീശന്റെ വീട്ടിൽ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തോട് അടുപ്പമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പൊതുവികാരം കണക്കിലെടുത്തിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. എന്തായാലും സസ്പെൻസ് ഈ ഘട്ടത്തിലും തുടരുകയാണ്. സ്റ്റേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.